ഫിയർ ഓഫ് എൻ ടൈം ആങ്സൈറ്റി അഥവാ അന്ത്യകാലത്തെ സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ നടന്ന് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന ഒരു ഭയം, അതിപ്പോഴത്തെ പുതിയ ഒരു ഭയമാണ്. ആ ഭയം പ്രത്യേകിച്ച് അന്ത്യകാല സംഭവങ്ങളെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നവരുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തെ ഒരിക്കലും ഭീതിയോടുകൂടെ ഭയത്തോടുകൂടെ ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യരുതെന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് വാൺ ചെയ്ത ഒരു കാര്യമാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, അനേകർ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നവർ, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ, ലോകരാജ്യങ്ങളുടെ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ, ഇസ്രയേലിനെക്കുറിച്ച് പഠിക്കുന്നവരുടെ ചിലരുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു ഭയം കടന്നുകൂടിയിട്ടുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഭൂമിക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിക്കും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, അവരുടെ സ്വത്തുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഇട്ടേച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇട്ടേച്ചു പോകേണ്ടതായിട്ടുള്ള സ്വത്തുക്കൾ, അവയെക്കുറിച്ചുള്ള ആങ്സൈറ്റി, അതിലുപരിയായിട്ട് ആ ദിവസങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത, അത് ഹൃദയത്തിൽ ഒരു വലിയ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനെ തരണം ചെയ്യേണ്ടത് ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊരു ആത്മീയ എക്സസൈസായിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് അവർ ഒരു ചിന്തയുമില്ലാത്തവരാണ്. അവർ സഭയിൽ പോകുന്നു, ചർച്ചകളിൽ പോകുന്നു, നല്ല രീതിയിലുള്ള ആത്മീയ ജീവിതമൊക്കെ നയിക്കുന്നുണ്ടെങ്കിലും കർത്താവ് വരികയോ പോവുകയോ ചെയ്തോട്ടെ, അതൊന്നും അവരെ ബോദർ ചെയ്യുന്നൊരു കാര്യമേ ഇല്ല. കർത്താവിൻ്റെ വരവെന്നൊക്കെ ആരെങ്കിലും പറയുന്ന സമയത്ത്, വെളിപ്പാട് പുസ്തകവും എൻ ടൈംസും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പരിഹാസത്തോടുകൂടെ പുച്ഛത്തോടുകൂടെ അവർ അതിനെ തള്ളിക്കളയുന്നവരാണ്. എന്നാൽ അവർ ചർച്ച് ഗോയിങ് ക്രിസ്ത്യൻസ് തന്നെയാണ്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ വളരെ പ്രത്യാശയുള്ളവരാണ്. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ വളരെയധികം പ്രത്യാശ ഉളവാകുന്നു. അവർ എങ്ങനെയെങ്കിലും കർത്താവിനെ കണ്ടാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്നവരാണ്. എന്നാൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്, അവർ ആങ്ഷ്യസ് ആണ്, അവർ ഭയമുള്ളവരാണ്, അവർ ഭീതിയുള്ളവരാണ്, അവരുടെ ഹൃദയത്തിൽ വളരെ ഭാരത്തോടുകൂടെ ജീവിക്കുന്നവരാണ്. എങ്ങനെ ഞാൻ അതിനകത്ത് കാണുമോ, ഞാൻ കൈവിടപ്പെട്ടു പോകുമോ, ഇങ്ങനെയുള്ള ഭയങ്ങളിൽ ജീവിക്കുന്ന അനേകരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്, ഇത് ഒരു അന്ത്യകാലം തന്നെയാണെന്ന്. ഒരു അന്ത്യകാലത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ മുൻപിൽ നടക്കുകയാണ്. ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ബാക്കി ലോകരാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ, ഇതിനെയെല്ലാം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ടൈമിങ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻപിൽ ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. ഏത് സമയമാണത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ അതൊഴിച്ച് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുൻപിൽ അരങ്ങേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിംഗ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിലാണ്. അത് ഏത് വർഷത്തിലായിരിക്കും നടക്കുന്നത്, 2027 എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് കംപ്ലീറ്റ്ലി അൺബിബ്ലിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ടൈം സെറ്റ് ചെയ്യുവാൻ നമുക്ക് സാധ്യമാവുകയില്ല, ഒരു ഇയറിനെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുവാൻ പാടില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അൺബിബ്ലിക്കലാണ്, അത് വേദപുസ്തകത്തിന് വിപരീതമായിട്ടുള്ള ചിന്തയാണ് നമ്മളൊരു ഡേറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയാണ് ഇതിനെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ആങ്സൈറ്റിയെ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ വചനത്തെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒത്തിരി തിയറീസ് ഉണ്ട്, ഒത്തിരി ഫ്രഞ്ച് തിയറികളുണ്ട്. അതായത് ദൈവവചനത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിൽക്കാതെ അതിനപ്പുറം വന്ന് ചിന്തിച്ച്, അതായത് ഹാഫ് ട്രൂത്ത് ഹാഫ് ലൈസ് ഒരുമിച്ച് കൂട്ടി അതിനെ നമ്മുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഫ്രഞ്ച് തിയറികൾ നമ്മുടെ മുൻപിൽ പ്രസൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി അനേകർ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അനേക സോഷ്യൽ മീഡിയ പേജുകൾ തന്നെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയാതെ തന്നെ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഒരു വലിയ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയ്ക്കകത്ത് സത്യമുണ്ട്, സത്യമാണ്, അതേസമയം തന്നെ ചില അപ്രിയ അസത്യങ്ങളും അതിനകത്ത് കടന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അത് ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രത്യാശയല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ പ്ലാന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട
ഒരു വളരെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. റാപ്ചറിനെ കുറിച്ച്, ട്രിബുലേഷനെ കുറിച്ച്, 7 വർഷത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്നാൽ അതൊരു ഹെൽത്തി ഡിസ്കഷൻ തന്നെ ആയിരിക്കണം. അത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും അതായിരിക്കരുത്. പ്രത്യേകതരം മ്യൂസിക്കുകളും പ്രത്യേകതരം വിഷ്വലായിട്ടുള്ള ഓരോ സംഭവങ്ങളും വിവരിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളെയും ഓരോ ദിവസങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ ഒരു മുൾമുനയിൽ നിർത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ആത്മീയ ജീവിതത്തെ വരെ അത് വേദനിപ്പിക്കുന്ന, അതിനെ ഹാനികരമായി അഫക്റ്റ് ചെയ്യുന്ന ഇത്തരം തിയറികളിൽ നിന്ന് ദൈവമക്കൾ ഒഴിഞ്ഞ് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എൻഡ് ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു സമയമല്ല. അത് നമ്മുടെ ഉള്ളിൽ ഉത്കണ്ഠ ഉളവാക്കേണ്ട ഒരു സമയമോ കാലഘട്ടമോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അന്ത്യകാലത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് വൈകാരികമായിട്ട് അല്ല. നമ്മൾ ഒരിക്കലും മാനസിക വിഭ്രാന്തിയോടുകൂടിയല്ല നമ്മൾ അതിനുള്ളിലേക്ക് നമ്മുടെ കാലുകളെടുത്ത് വെക്കേണ്ടത്. എന്നാൽ നമ്മൾ പ്രത്യാശയോടുകൂടെ ആ കാലഘട്ടത്തിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രത്യാശ നമ്മുടെ മുൻപിൽ മാറിപ്പോകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങൾ ഭയത്തിലാണ്, അവർ വളരെയധികം ഭയപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നറിയാൻ വയ്യാതെ ഹൃദയഭാരത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു ആത്മീയ അന്തരീക്ഷം അല്ല എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അങ്ങനെയുള്ള വൈകാരികമായ ഭയപ്പെടുത്തുന്ന അങ്ങനെയുള്ള തിയറികളിനകത്ത് നിന്ന്, അങ്ങനെയുള്ള മീഡിയാസിനകത്ത് നിന്ന് നമ്മൾ സ്റ്റേ എവേ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? റീഡ് മോർ ഓഫ് ഗോസ്പൽസ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ നമ്മൾ കൂടുതൽ വായിക്കണം. വെളിപ്പാട് പുസ്തകം ഉൾപ്പെടെയുള്ള ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും നമുക്ക് വായിക്കാം. എന്നാൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അഫർമേഷൻസ് നൽകിയിട്ടുണ്ട്. ഓൾവേസ് ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു ആത്മീയ എക്സസൈസ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലെ പ്രസംഗങ്ങൾക്കോ റീലുകൾക്കോ ഒന്നും നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ സാധ്യമാവുകയില്ല. പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത്, നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഡയറക്റ്റ് ഫീഡിംഗ് ആണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നേരിട്ട് ഭക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതില്ല. കാരണം ഇത് നിങ്ങളുടെ പ്രത്യാശയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി തന്നെയാണ്. അതിലേക്ക് നാം പ്രത്യാശയോടുകൂടെ, ചൈതന്യത്തോടുകൂടെ, ആത്മബലത്തോടുകൂടെ നമ്മൾ അടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്ട്രെങ്തൻ യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തെ നാം ഉറപ്പിക്കേണ്ടിയ ഒരു കാലഘട്ടമാണ്. വിശ്വാസം ഇവിടെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന ഒരു സ്റ്റേജിലൂടെയല്ല, ഒരു യാത്രയിലൂടെയല്ല നമ്മൾ പോകേണ്ടത്. എന്നാൽ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, നിത്യജീവനുള്ള വിശ്വാസം, നമ്മുടെ ഉള്ളിൽ ലഭ്യമാകുന്ന രക്ഷാനിർണയം, ഇതിലൊക്കെ നമുക്കൊരു ദൃഢവിശ്വാസം ഉടലെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബി സ്പിരിച്വലി പ്രിപ്പയർഡ്. നമ്മൾ ആത്മീയമായി നാം എപ്പോഴും തയ്യാറായിട്ടിരിക്കണം, ഒരുങ്ങിയിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചാൽ നാം പറന്നു പോകുവാനുള്ള ഒരുക്കം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഭയത്തോടുകൂടിയല്ല, എന്നാൽ നാം പ്രത്യാശയോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരുക്കം നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലീവ് എ ലൈഫ് വർത്തി ഓഫ് ദ കോളിംഗ്. നമ്മുടെ വിളിക്കനുസരിച്ചുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഇത് അന്ത്യകാലത്തിലേക്കുള്ള ഒരു വിളിയാണ്, ദൈവ പദ്ധതികളിലേക്കുള്ള വിളിയാണ്, നിത്യജീവനിലേക്കുള്ള ഒരു വിളിയാണ്. ആ വിളിയുടെ അടിസ്ഥാനത്തിൽ, ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കെ ആ രീതിയിലുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ ഇതൊരു ഭയത്തിൻ്റെ കാലഘട്ടമല്ല, പ്രത്യാശയുടെ കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ഭയം, ഈ ആങ്സൈറ്റി വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ചിന്ത എന്ന് പറയുന്നത്, am I really going to be a victim? ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ബലിയാടായി തീരുമോ? ഞാനിവിടെ പതറി വീഴുമോ? ഞാനിവിടെ തകർന്നു വീഴുമോ? എൻ്റെ ആത്മീയ ജീവിതം ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കുമോ? ഞാനൊരു വിക്റ്റിമായി തീരുമോ? എന്തുകൊണ്ടാണ് ആ ആങ്സൈറ്റി വരുന്നതെന്നറിയാമോ? രക്ഷാനിർണയം പരിപൂർണമായും നമ്മൾ പ്രാപിക്കാത്തത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരിക്കൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാര്യത്തെക്കുറിച്ചും ആങ്ഷ്യസ് ആകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള എൻഡ് ടൈം ആങ്സൈറ്റി എന്ന് പറയുന്നത് എല്ലാ ഭയങ്ങളെയും പോലെ തന്നെയുള്ള ഒരു ഭയമാണ്.
ദൈവത്തിൻ്റെ മക്കൾ ഒരു രീതിയിലും ഒരു ഭയത്തിലും ജീവിക്കരുതെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത്. ഈ ഭയവും അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്: ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. വളരെ വ്യക്തമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്ന സമയത്ത് ഇതും അതിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യമാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ നാം ഭീതിയോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമല്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്ന് പറയുന്നത് നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, നാളെയെക്കുറിച്ച് നടക്കുന്ന ആ നാളെയിൽ നടക്കുവാൻ സാധ്യതയുള്ള എന്താണെങ്കിലും, അതിനകത്ത് നടക്കുവാനുള്ള നല്ല കാര്യങ്ങളാണെങ്കിലും പ്രത്യാശയുടെ കാര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ വരവിൻ്റെ സംഗതികളാണെങ്കിലും അതിനുള്ളിൽ നമുക്കൊരു ഭയം ഉണ്ടാകരുത്, ഒരു വിചാരം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ കെയർലെസ്നെസ് അല്ല അവിടെ പറയുന്നത്, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ചിലർ കാണിക്കുന്നത് പോലെ വളരെയധികം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ജീവിതമല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരമായി കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അവർ ആഗ്രഹിച്ച് അവർ പുളകിതരായി അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. നാളെയിൽ നടക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയന്നു പോകരുത്, നമ്മൾ ഭീതിപ്പെടുന്നവരായി തീരരുത്. എന്നാൽ ഭയമില്ലാതെ നമ്മൾ അതിലേക്ക് നടന്നു നീങ്ങുവാൻ നമുക്ക് സാധ്യമായി തീരണം. കാരണം കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് നാം വിചാരപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. അത് ഫുൾ ഓഫ് ഹോപ്പാണ്. അതിനുള്ളിൽ മുഴുവനും പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, പുതിയ ജീവനാണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന സമയത്ത് ഹൃദയത്തിൽ വളരെ ഭാരത്തോടുകൂടി ഇരിക്കുന്ന ജനത്തോട് പറയുന്ന ഒരു വചനമുണ്ട്. അവരെ ഈ വചനം പറഞ്ഞാണ് അന്യോന്യം ആശ്വസിപ്പിക്കുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ വചനം എങ്ങനെയാണ്? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു വചനം തന്നെയാണ്. അവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ശരിക്കും പറഞ്ഞാൽ ദൈവവചനം എന്ന് പറയുന്നത് ആശ്വാസത്തിൻ്റെ വചനമാണ്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും യേശു ക്രിസ്തുവിനോടുള്ള നമ്മളുടെ ആ ആഗമനവും എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു വാർത്തയല്ല. അത് നമ്മുടെ ഹാപ്പി ന്യൂസാണ്. അത് നമ്മളുടെ പ്രത്യാശയുടെ ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. ആ ദിവസത്തെ നമ്മൾ ആശ്വാസ ദിവസമായി കാണണം. ഈ വാക്കുകൾ അന്യോന്യം പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ മുൻപിൽ ആ ദിവസം അടുക്കുന്ന വാർത്തകൾ അറിയുമ്പോൾ, ലോകരാജ്യങ്ങൾ യുദ്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, പകർച്ചവ്യാധികൾ നടക്കുന്ന സമയത്ത്, മിഡിൽ ഈസ്റ്റിലും ഇസ്രയേലിലുമൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ജനം അങ്കലാപ്പിലാവുകയാണ്, അവർ ആശങ്കാകുലരാവുകയാണ്, അവർ ഓടുകയാണ്. അവരുടെ ജോലി എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരും, കുഞ്ഞുങ്ങളുടെ കല്യാണം എന്തായിത്തീരും, അവരുടെ വീസ എപ്പോൾ ലഭ്യമാകും, അവരുടെ ടിക്കറ്റ് ക്യാൻസൽ ആകുന്നുവല്ലോ. ഇങ്ങനെയുള്ളൊരു പാനിക് സിറ്റുവേഷൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. കാരണം ഇത് നമ്മുടെ ആശ്വാസത്തിൻ്റെ വചനമാണ്, ആശ്വാസത്തിൻ്റെ ദിനമാണ്, നമ്മൾ നമ്മുടെ കർത്താവിനെ കാണുന്ന ദിവസം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞുമിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഭൂമി തയ്യാറാകുന്നത് എന്തിനാ ചോദിച്ചാൽ ആ ന്യായവിധി ദിവസത്തിൽ, അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയെ സന്ദർശിക്കുന്ന ദിവസം നമുക്ക് ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചൊരു വ്യക്തിയാണോ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം കൈമാറിയൊരു വ്യക്തിയാണെങ്കിൽ, ന്യായവിധി ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യത്തിൻ്റെ ദിവസമാണ്. ആ ദിവസം നമുക്ക് ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അന്ത്യകാലം നമ്മുടെ മുൻപിൽ വന്ന്, നമ്മുടെ മുൻപിൽ അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ അരങ്ങ്, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, ലോകരാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറയ്ക്കുന്ന സമയത്ത്, ഇസ്രയേൽ നിലപാടുകൾ അറിയിക്കുന്ന സമയത്ത്, അതേ ഈ ഭൂമിയിൽ പകർച്ചവ്യാധികളും മറ്റുള്ള സംഭവങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്രിഞ്ച് തിയറികൾ, ഈ ഭൂമിയിലെ നമ്മളെ ഭയപ്പെടുത്തുന്ന തിയറീസ്, റീലുകൾ, വീഡിയോസ് എല്ലാം കണ്ട് നമ്മുടെ ഹൃദയം ഭയന്ന്
നമ്മൾ ആശങ്കാകുലരാകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അത് അൺബിബ്ലിക്കലായിട്ടുള്ള പ്രിപ്പറേഷനാണ്. അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം യഥാർത്ഥമായി വിശ്വസിച്ച ഒരു ദൈവ പൈതലും 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം അവർ ആശങ്കാകുലരായിരുന്നില്ല. അവരെല്ലാവരും നോക്കിയും പാർത്തും അവരുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കുകയും അതുമാത്രമല്ല അതിലുപരിയായിട്ടുള്ള പ്രത്യാശയിൽ അവർ അനുദിനം നിറഞ്ഞുമാണ് മുന്നോട്ട് പോയത്. ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണ്. ഇത് ഒരു ദൃഢനിശ്ചയത്തിൻ്റെ സമയമാണ്. ഇത് വിശ്വാസത്തിൽ ഉറക്കേണ്ട സമയമാണ്. ദൈവവചനം വായിക്കേണ്ട സമയമാണ്. നമ്മളുടെ ഫീഡിങ്, നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത്, ആത്മീയ ഭക്ഷണം നേരിട്ട് വരുന്നത് ദൈവവചനമാകുന്ന ബൈബിളിൽ നിന്ന് തന്നെയാണ്. ഇതിനുള്ളിലാണ് പദ്ധതികൾ മുഴുവനും എഴുതി വെച്ചിട്ടുള്ളത്. ഇത് വായിക്കുന്ന ആരും ഭയന്ന് ആശങ്കാകുലരായി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. ഇത് നമ്മുടെ പ്രത്യാശയുടെ ഭാവിയാണ്. ചോദ്യം ഇതാണ്, ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ഇല്ല എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുവാനായി പോവുകയാണ്. അതെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി വരുന്നതിന് വേണ്ടി പോവുകയാണ്. ഒരു മനുഷ്യനും സ്വന്തം ശക്തിയിൽ പിടിച്ചു നിൽക്കുവാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുവാനായി പോവുകയാണ്. അതിനു മുമ്പ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, വരവിന് വേണ്ടി ഒരുങ്ങുക, യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാവി ദൈവവചന പ്രകാരം സുരക്ഷിതം തന്നെയാണ്. ജീവിക്കും